ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ടാലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടാലിയിലെ ഒരു ബേസിക് ആയ ഒരു കാര്യമാണ്. ടാലിയിൽ എങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എന്താണ് ലെഡ്ജർ എന്ന് വെച്ചാൽ, നമ്മൾ ടാലിയിൽ എന്നല്ല ഏതൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലും നമ്മൾ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നത് അക്കൗണ്ട്സ് ബേസിലാണ്. ഓരോ ട്രാൻസാക്ഷൻ എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെയിൻ അക്കൗണ്ട്സ് ഹെഡ്സ് ആണ് ലെഡ്ജർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അക്കൗണ്ട്സ് ഹെഡ്സ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ടാലിയിൽ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. അതായത് ഇപ്പോൾ ടാലിയിൽ ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടാവും. അപ്പോൾ ഏത് അക്കൗണ്ട് എന്താണ് ഡെബിറ്റ് ചെയ്യുന്നത്, എന്താണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ആ ട്രാൻസാക്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി, എന്താണത്, എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട്സ് ഹെഡ്സ് ആണ് ലെഡ്ജേഴ്സ്. അപ്പോൾ ടാലിയിൽ എങ്ങനെ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാമെന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഓൾറെഡി ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്ത കമ്പനിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നത്. അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിലും ലെഡ്ജേഴ്സ് ആണെങ്കിലും ആ ഒരു കമ്പനിയിലാണ് നമ്മൾ ലെഡ്ജേഴ്സും ട്രാൻസാക്ഷൻസും ഒക്കെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഏതൊരു കമ്പനിയിലാണെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ അവിടെയുള്ള മെയിൻ കമ്പനി ഉണ്ടാവും. ആ ഡാറ്റയിലാണ് നമ്മൾ ലെഡ്ജേഴ്സ് ആണെങ്കിലും വൗച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കമ്പനി ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനായി ഫസ്റ്റ് ടാലി ഓപ്പൺ ചെയ്യുക. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഫസ്റ്റ്ലി ബേസിക് ക്ലാസ്സസ് എല്ലാം കവർ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ മോഡ് വേർഷനിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് വിൻഡോ വരുന്നത്. സോ അതിൽ വർക്ക് ഇൻ എഡ്യൂക്കേഷൻ മോഡ് എന്നത് സെലക്ട് ചെയ്തു. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ടാലിയുടെ കോൺഫിഗറേഷനിൽ ഡിഫോൾട്ട് ആയിട്ട് ഒരു കമ്പനി ലോഡ് ആവാനുള്ള ഓപ്ഷൻ എനാബിൾ ആയി കിടക്കുന്നത് കാരണമാണ് ഇങ്ങനെ കമ്പനി ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തു വന്നിട്ടുള്ളത്. ഇനി ഇത് ഇല്ല, ഡിഫോൾട്ട് ആയിട്ട് ഒരു കമ്പനി ലോഡ് ആവാനുള്ള ഓപ്ഷൻ എനാബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി ഇൻഫോ എന്ന ഈ വിൻഡോ ആണ് ലഭിക്കുക. ഇതിൽ നമുക്ക് കാണാം സെലക്ട് കമ്പനി. ഇത് നമ്മൾ മുമ്പ് നോക്കിയിട്ടുള്ളതാണ്. എങ്കിൽ കൂടെ സെലക്ട് കമ്പനി എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. ദെൻ നമ്മുടെ ഏതാണ് കമ്പനി എന്നത് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ലിസ്റ്റ് ഓഫ് കമ്പനീസ് കാണാം. അതിൽ നിന്ന് നമുക്ക് കമ്പനി സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇതിൽ നമുക്ക് 4 മെയിൻ ഹെഡിങ്സ് കാണാം. ഒന്ന് മാസ്റ്റേഴ്സ്, ഒന്ന് ട്രാൻസാക്ഷൻസ്, യൂട്ടിലിറ്റീസ്, റിപ്പോർട്ട്സ്. ഇങ്ങനെ 4 സെക്ഷൻ ആയിട്ടാണ് ഗേറ്റ് വേ ഓഫ് ടാലിയിലെ കാറ്റഗറീസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ മാസ്റ്റേഴ്സ് എന്ന സെക്ഷനിലാണ് അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ലെഡ്ജേഴ്സ്, ഗ്രൂപ്പ്സ്, വൗച്ചർ ടൈപ്സ് എന്നിവയെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ലെഡ്ജർ ക്രിയേഷൻ ആണ്. ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അക്കൗണ്ട്സ് ഇൻഫോ എന്ന ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുക. അക്കൗണ്ട്സ് ഇൻഫോ എന്നത് കീബോർഡിൽ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ മൗസ് കൊണ്ട് സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എ എന്ന ഹൈലൈറ്റഡ് ആയിട്ടുള്ള ലെറ്റർ കീബോർഡിൽ പ്രസ് ചെയ്യുകയോ ചെയ്താൽ ആ ഓപ്ഷൻ നമുക്ക് ലഭിക്കും. ഇതിൽ നമുക്ക് 3 ഓപ്ഷൻസ് കാണാം: ഗ്രൂപ്പ്സ്, ലെഡ്ജേഴ്സ്, വൗച്ചർ ടൈപ്സ്. ഇത് നമ്മൾ ഇന്ന് നോക്കുന്നത് ലെഡ്ജേഴ്സ് ആണ്. ലെഡ്ജേഴ്സ് എന്നത് സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടിയിട്ടുണ്ട്. ഇതിൽ തന്നെ 2 സബ് ഹെഡിങ്സ് ഉണ്ട്. ഒന്ന് സിംഗിൾ ലെഡ്ജർ, മൾട്ടിപ്പിൾ ലെഡ്ജർ. ലെഡ്ജേഴ്സ് ഓരോന്ന് വീതം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സിംഗിൾ ലെഡ്ജർ എന്ന സെക്ഷൻ ഉള്ളത്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ലെഡ്ജേഴ്സ് ഒരേ സമയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സ് എന്ന ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് സിംഗിൾ ലെഡ്ജർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിൽ സിംഗിൾ ലെഡ്ജേഴ്സ് എന്നതിൽ 3 ഓപ്ഷൻസ് കാണാം: ക്രിയേറ്റ്, ഡിസ്പ്ലേ, ആൾട്ടർ. പേര് കേട്ടതിന് നമുക്ക് മനസ്സിലാവും. ക്രിയേറ്റ് എന്നത് അക്കൗണ്ട്സ് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും, ഡിസ്പ്ലേ എന്നത് ഏതെല്ലാം ലെഡ്ജേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവ നമുക്ക് കാണാൻ വേണ്ടിയിട്ടും, പിന്നെ ആൾട്ടർ എന്നത് നമ്മൾ ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജേഴ്സ് മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ 3 ഓപ്ഷൻസ്. ഇങ്ങനെയാണ് 3 ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് അതിന് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം: ടാലിയിൽ ഡിഫോൾട്ട് ആയിട്ട് 2 ലെഡ്ജേഴ്സ് അവൈലബിൾ ആണ്.
അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിസ്പ്ലേ എന്ന ഓപ്ഷൻ എടുത്താൽ നമുക്ക് ഇതിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലെഡ്ജേഴ്സും കാണാം. അപ്പോൾ നമുക്ക് കാണാം ഇതിൽ ക്യാഷ് എന്നും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന 2 ലെഡ്ജേഴ്സ് ടാലിയിൽ ഡിഫോൾട്ട് ആയിട്ട് ഉണ്ട്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ടാലിയുടെ എക്സാംസിനെല്ലാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടാലിയിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ലെഡ്ജേഴ്സിന്റെ എണ്ണവും അതുപോലെ അത് ഏതൊക്കെയാണെന്നും. ഈ 2 ലെഡ്ജേഴ്സിനും ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ ക്യാഷ് എന്ന ലെഡ്ജർ നമുക്ക് ഡിലീറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ തന്നെ ആൾട്രേഷൻസും ചെയ്യാം. എന്നാൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന ലെഡ്ജർ നമുക്ക് ആൾട്രേഷൻസ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആൾട്ടർ എന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. ഇതിൽ ക്യാഷ് എന്നത് സെലക്ട് ചെയ്തു. ഇതിൽ എനിക്ക് പേര് മാറ്റാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും ഉള്ള ഓപ്ഷനും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന ലെഡ്ജർ സെലക്ട് ചെയ്ത് നോക്കാം. ഇതിൽ പേര് മാറ്റാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, കാരണം അവിടെ ഡിലീറ്റ് എന്ന ഓപ്ഷൻ ഡിസേബിൾഡ് ആണ്. ഓക്കെ, ഈ ഒരു ഡിഫറൻസ് കൂടെ ഇവ രണ്ടും തമ്മിൽ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ക്രിയേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. ലെഡ്ജർ ക്രിയേഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് ലഭിക്കുക. ഇതിൽ നമുക്ക് ഫസ്റ്റ് കാണാം നെയിം ഏതാണോ ലെഡ്ജർ അതിന്റെ പേര്, ലെഡ്ജറിന്റെ പേരാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു ലെഡ്ജർ ഉണ്ടാക്കുന്നത് ABC's ക്യാപിറ്റൽ എന്ന ഒരു ലെഡ്ജറാണ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അലിയാസ് എന്നത് അതിന് ഒരു ഷോർട്ട് നെയിമോ അല്ലെങ്കിൽ നിക് നെയിമോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. ആ ലെഡ്ജർ സെർച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഓപ്ഷൻ ഇതായിട്ട് കൊടുക്കുന്ന ഒരു നിക് നെയിം എന്ന് തന്നെ പറയാം. ഓക്കെ, ഞാൻ അതൊന്നും കൊടുക്കുന്നില്ല. പിന്നെ വരുന്നത് അണ്ടർ. ഇതിൽ ഡിഫോൾട്ട് ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നത് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ്. ഈ അണ്ടർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെഡ്ജർ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അണ്ടർ എന്നത് ഇതുള്ളത്. അതായത് ഏത് ഗ്രൂപ്പിന് കീഴിൽ വരുന്ന ലെഡ്ജറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതാണ് അണ്ടർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ലെഡ്ജർ ക്രിയേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. കാരണം ഈ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന അണ്ടർ എന്ന അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് എന്ന ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ ലെഡ്ജറിന്റെ അല്ലെങ്കിൽ ആ ലെഡ്ജർ ഉപയോഗിച്ചുള്ള നമ്മൾ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ആവുന്നത്. അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ റിഫ്ലക്ട് ചെയ്യുന്നത് ഇതിന്റെ ബേസിലാണ്. ഈ അണ്ടർ അല്ലെങ്കിൽ ആ ലെഡ്ജറിന്റെ ഗ്രൂപ്പിന്റെ ബേസിലാണ് ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്കാണ് അത് പോസ്റ്റ് ആവേണ്ടത് എന്ന് നിർണ്ണയിക്കുന്നത് ഈ ഒരു ഘടകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലെഡ്ജർ ക്രിയേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക എന്നത്. ഗ്രൂപ്പ് പ്രോപ്പറായ രീതിയിൽ ഗ്രൂപ്പ് സെലക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ്റയർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും അതുപോലെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സും എല്ലാം റോങ് ആവും. അപ്പൊ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ലെഡ്ജറിന്റെ നേച്ചർ എന്താണ്, ആ ലെഡ്ജറിന്റെ അണ്ടർ എന്താണ്, അല്ലെങ്കിൽ ആ ലെഡ്ജറിന്റെ ഗ്രൂപ്പ് എന്താണെന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. കാരണം ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ടാലി സോഫ്റ്റ്വെയർ അത് ഏത് റിപ്പോർട്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം എന്നത് ചൂസ് ചെയ്യുന്നത്. അതായത് ബാലൻസ് ഷീറ്റിലേക്കാണോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്കാണോ ഈ എൻട്രി ഈ ലെഡ്ജർ ഉപയോഗിച്ചുള്ള എൻട്രീസ് പോസ്റ്റ് ആവേണ്ടത് എന്നത് നിർണ്ണയിക്കുന്നത് ഈ ഒരു ഘടകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. സോ അത് നമ്മൾ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെന്ററി വാല്യൂസ് ആർ അഫക്റ്റഡ്. അതായത് ഇൻവെന്ററി വാല്യൂസ് മീൻസ് സ്റ്റോക്ക് ഐറ്റംസ്, സ്റ്റോക്ക് വാല്യൂസ് ഈ ലെഡ്ജറിനെ ബാധിക്കുമെന്നതാണ്. ബാധിക്കുന്ന കേസ് ആണെങ്കിൽ യെസ് ആക്കി കൊടുക്കാം. ഡിഫോൾട്ട് ആയിട്ട് നോ ആണ് വന്നിട്ടുള്ളത്, അതൊന്നും ഞാൻ ചേഞ്ചസ് വരുത്തുന്നില്ല. പിന്നെ മെയിലിംഗ് ഡീറ്റെയിൽസ് എന്ന ഒരു സെക്ഷനാണ്. പേഴ്സണൽ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ മെയിലിംഗ് അഡ്രസ്സ്, മെയിലിംഗ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പൂർണ്ണമായും നമ്മൾ എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കമ്പനിയിൽ നിന്ന് ആ ഡാറ്റയിൽ നിന്നും പല ഡോക്യുമെന്റ്സും നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ നമുക്ക് അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും എല്ലാം ഇത് നമ്മൾ പൂർണ്ണമായിട്ട് എൻ്റർ ചെയ്താൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഒന്നും എൻ്റർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് കൺട്രി, സ്റ്റേറ്റ്, പിൻകോഡ്. ഇതിലും കൺട്രിയും സ്റ്റേറ്റും ലെഡ്ജർ ക്രിയേഷനിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം
ഈ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ലെഡ്ജസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺട്രിയും സ്റ്റേറ്റും മസ്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തും ടാക്സ് റേറ്റുകളിലും അതുപോലെ ടാക്സ് കാറ്റഗറികളിലും മാറ്റങ്ങൾ വരും. അതിനെ പറ്റിയെല്ലാം GST അതുപോലെ മറ്റ് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അത് നമ്മൾ ലീവ് ചെയ്തു. നെക്സ്റ്റ് വരുന്നതാണ് പാൻ ഓർ IT നമ്പർ, അതായത് ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ പാൻ, പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇതെല്ലാം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം ഈ ഫീൽഡ് എല്ലാം മാൻഡാറ്ററി ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ദെൻ അടുത്ത ഓപ്ഷനാണ് ഓപ്പണിംഗ് ബാലൻസ്. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ്. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസസ് ആണ് ഈ വർഷം നമ്മൾ ഓപ്പണിംഗ് ബാലൻസസ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിലുള്ള ബാലൻസസ് എല്ലാം നെക്സ്റ്റ് ഇയർ ഡാറ്റയിലേക്ക് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നൽകേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇതിവിടെ ഓപ്പണിംഗ് ബാലൻസ് എന്നത് ഒരു 50,000 കൊടുത്തു. പിന്നെ അത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നത് ഇതും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഗ്രൂപ്പ് കാറ്റഗറിയെ ലെഡ്ജർ ഗ്രൂപ്പിനെ ബേസ് ചെയ്താണ് ഇതും ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നത് ഇതാകുന്നത്. അപ്പോൾ ഇത് ക്യാപിറ്റൽ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ബാലൻസ് ആണ് നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് വരിക. ഓക്കെ, ദെൻ അക്സെപ്റ്റ് എന്നൊരു ഇതാണ് വരിക, ഡയലോഗ് ബോക്സ് ആണ് വരിക. ഇതിൽ നമുക്ക് എസ്ഒ അല്ലെങ്കിൽ എൻറോ പ്രസ് ചെയ്യാം, അതും അല്ലെങ്കിൽ കീബോർഡിൽ ബൈ എന്ന ലെറ്റർ പ്രസ് ചെയ്താലും മതി. ഓക്കെ, അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സെയിം നമ്മൾ ഓൾറെഡി കണ്ട അതേ വിൻഡോ തന്നെ ആണ് നമുക്ക് ഡിസ്പ്ലേ ആവുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും ലെഡ്ജസ് ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വിൻഡോ വീണ്ടും വന്നത്. അപ്പോൾ നമ്മൾ അടുത്തൊരു ലെഡ്ജർ കൂടെ ഉണ്ടാക്കുകയാണ്. മെഷീനറീസ് അക്കൗണ്ട്. മെഷീനറി എന്നത് ഒരു ഫിക്സഡ് അസറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ അണ്ടർ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്സ് എന്ന അണ്ടർ തന്നെയാണ്. ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്തു. ഇതിന്റെയും ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ കൊടുക്കുന്നു. ഇതിപ്പോൾ നമ്മൾ ഡെബിറ്റ് ആണ്, കാരണം ഫിക്സഡ് അസറ്റ് ആയത് കാരണം ഡെബിറ്റ് ബാലൻസ് ആണ് വരിക. സോ അതും കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ ലെഡ്ജർ മോഡിൽ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലെഡ്ജേഴ്സ് എന്ന അതിലെ മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സ് എന്ന സെക്ഷനാണ്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ലെഡ്ജേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം, എങ്ങനെ ആൾട്ടർ ചെയ്യാം എന്നതാണ്. എന്ന ഈ 3 ഓപ്ഷൻസ് ആണ് മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സ് എന്ന സെക്ഷനിൽ വരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയത് ഒരു സമയം ഒരു ലെഡ്ജർ, സിംഗിൾ ആയിട്ടുള്ള ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഒന്നിൽ കൂടുതൽ ലെഡ്ജേഴ്സ് ഒരേ സമയം ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സിൽ എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നത് സെലക്ട് ചെയ്തു. കീബോർഡിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള R എന്ന കീബോർഡിൽ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ നമ്മൾ സിംഗിൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു വിൻഡോ ആണിത്. അതൊരു ലെഡ്ജറും അതിന്റെ ഡീറ്റെയിൽസ് മാത്രം എൻ്റർ ചെയ്യാനുള്ള വിൻഡോ ആണ് നമുക്ക് വന്നിരുന്നത്. ഇപ്പോൾ വന്നത് ഒരു ടാബുലർ ആയിട്ടുള്ള ഒരു വിൻഡോ ആണ്. അതിൽ നമുക്ക് ഫസ്റ്റ് വന്നിരുന്നത് ലെഡ്ജറിന്റെ അല്ലെങ്കിൽ അക്കൗണ്ടിന്റെ പേരായിരുന്നു. ഇതിൽ നമുക്ക് അണ്ടർ ഗ്രൂപ്പാണ് ഫസ്റ്റ് ടൈം സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അണ്ടർ ഗ്രൂപ്പ് എന്നതാണ് ഫസ്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. സോ ഒരേ ഗ്രൂപ്പിന് കീഴിൽ വരുന്ന ഒന്നിൽ കൂടുതൽ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ ലെഡ്ജർ ക്രിയേഷൻ എന്ന ഓപ്ഷൻ ടാലിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരേ ഗ്രൂപ്പിന് കീഴിൽ വരുന്ന ഒന്നിൽ കൂടുതൽ ലെഡ്ജേഴ്സ് മാത്രമേ ഒരേ സമയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. വ്യത്യസ്തമായ ഗ്രൂപ്പുകളിൽ വരുന്ന ലെഡ്ജേഴ്സ് ഒരേ സമയം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ സൺട്രി ഡെറ്റേഴ്സ് എന്ന കാറ്റഗറിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് വരുന്നത് സൺട്രി ഡെറ്റേഴ്സ് എന്നത് സെലക്ട് ചെയ്തു. ദെൻ നെയിം ഓഫ് ലെഡ്ജർ, എന്താണ് പേര്, ആ ലെഡ്ജറിന്റെ പേര് എന്താണെന്ന് സെലക്ട് ചെയ്തു. പിന്നെ അണ്ടർ എന്നത് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ,
നെക്സ്റ്റ് അതിന്റെ ആ ലെഡ്ജറിന്റെ ഓപ്പണിംഗ് ബാലൻസസ് എത്രയാണോ അത്. ഓക്കെ, അതൊരു ഡെപ്റ്റേഴ്സിന്റെ ലെഡ്ജർ ആണ്, അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ബാലൻസ് ആണ് നമുക്ക് ഉണ്ടാവുക, ഓപ്പണിംഗ് ബാലൻസസ് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ലൈനും അതുപോലെ നെയിം ഓഫ് ലെഡ്ജർ, എന്താണ് ലെഡ്ജറിന്റെ അടുത്ത ലെഡ്ജറിന്റെ പേരാണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്ത ലെഡ്ജറിന്റെ പേര് എൻ്റർ ചെയ്തു. നെക്സ്റ്റ് ഗ്രൂപ്പ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഓപ്പണിംഗ് ബാലൻസസ് എൻ്റർ ചെയ്തു. ഓക്കെ, ഈ രീതിയിൽ ഒരേ ഗ്രൂപ്പിന് കീഴിൽ വരുന്ന മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സ് എന്ന ഓപ്ഷൻ. ഇങ്ങനെ നമ്മൾ എത്ര ലെഡ്ജേഴ്സ് ഉണ്ടോ അതെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ എൻ്റർ ചെയ്താൽ നേരത്തെ സിംഗിൾ ലെഡ്ജറിൽ ചോദിച്ച അതുപോലെ ആക്സെപ്റ്റ് എന്ന ഡയലോഗ് ബോക്സ് വരും. അതിൽ ആക്സെപ്റ്റ് എന്നത് എൻ്റർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരേ സമയം മൾട്ടിപ്പിൾ ആയിട്ട് ലെഡ്ജേഴ്സ് ക്രിയേറ്റഡ് ആയി. അപ്പോൾ ഇതിൽ നമുക്കുള്ള ഒരു ഡിഫറൻസ് പറയാം. സിംഗിൾ ലെഡ്ജർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ലെഡ്ജറിനെ അല്ലെങ്കിൽ ആ അക്കൗണ്ടിനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ആ വിൻഡോയിൽ തന്നെ നമുക്ക് എൻ്റർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ മൾട്ടിപ്പിൾ ലെഡ്ജർ ക്രിയേഷനിൽ നമുക്ക് ആകെ ഓപ്പണിംഗ് ബാലൻസസും പേരും മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു കമ്പനിയിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സിംഗിൾ ലെഡ്ജർ ഓപ്ഷനിൽ തന്നെ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ലെഡ്ജറിന്റെ അക്കൗണ്ടിന്റെ എല്ലാ ഡീറ്റെയിൽസും രേഖപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു രീതിയിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിൽ ഓപ്പണിംഗ് ബാലൻസസ് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്ന ടൈമിൽ പഠിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് രീതികളിലൂടെയാണ് ടാലിയിൽ ലെഡ്ജേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടാലിയിൽ ലെഡ്ജർ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിലെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇതിന്റെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയ ഒരു ലെവലിലുള്ള ലെഡ്ജേഴ്സ് ക്രിയേഷൻ കൂടെ നെക്സ്റ്റ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ അത് ബേസിക്കലി എങ്ങനെയാണ് ടാലിയിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക എന്നൊരു കൊച്ചു ഇൻഫോർമേഷൻസ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.